തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള ഒരാലോചനയും ഒരിക്കൽ പോലും നേരത്തെ ഉണ്ടായിരുന്നില്ല. 50 വർഷക്കാലം CPM-നടുത്ത് ഒരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിച്ച് അതിന്റെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി മെമ്പർ, ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന നിലയിലെല്ലാം ഉയർന്ന ഘടകങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരാളാണ്. 50 വർഷമെന്നത് ഒരു ചെറിയ കാലയളവല്ല. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് എനിക്ക് പാർട്ടി അംഗത്വം നൽകുന്നു. അതിനു മുമ്പ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ KSF-ന്റെ തുടർന്ന് KSYF-ന്റെ ഒക്കെ പ്രവർത്തകനായിരുന്നു. 2026 വരെ ഞാൻ ആ മെമ്പർഷിപ്പിൽ തുടർന്നതാണ്. 2026 പാർട്ടി എന്നെ പുറത്താക്കിയതാണ്. പുറത്താക്കാൻ വേറെ കാരണമൊന്നുമില്ല. പാർട്ടിക്കകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്കെതിരെ സംഘടനക്കകത്ത് പോരാട്ടം നടത്തി എന്നതാണ്. സംഘടനക്കകത്തെ പോരാട്ടം കൊണ്ട് പ്രയോജനമില്ലാത്ത സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ നിർബന്ധിതമായി. അതിന്റെ ഭാഗമായി ഞാനൊരു പുസ്തകം എഴുതി. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് ആ പുസ്തകത്തിന് കൊടുത്ത ടൈറ്റിൽ. ഇതിനു മുമ്പ് കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കുകയും കേരള കോർപ്പറേറ്റ് എംപ്ലോയീസ് യൂണിയൻ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. അന്നൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിലും സഹകരണ മേഖലയിൽ സർക്കിൾ സഹകരണ യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിലല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുമില്ല. ഈ പോരാട്ടം തെരഞ്ഞെടുപ്പ് വന്നപ്പോ ബഹുജനങ്ങൾക്കിടയിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് തെരഞ്ഞെടുപ്പിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം ഞാൻ പ്രഖ്യാപിക്കുന്നത്. അത് ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല, ഒരു പോരാട്ടത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണി എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ ഒരു സമയത്തും ജയിക്കുമെന്ന പ്രതീക്ഷയില്ല. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുക എന്നത് സാധാരണ നിലയിൽ അസംഭവ്യമായ ഒരു കാര്യമാണ്. ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പരാജയമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്ത് ഇറങ്ങുമ്പോ CPM-നകത്തെ നിരവധി ആളുകൾ എനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതായിരുന്നു മത്സരിക്കാനുള്ള ബലം നൽകിയത്.
ആ വിശ്വാസം തെറ്റായിരുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിപക്ഷം 1,00,000 വോട്ടിനെ മറികടന്ന് 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. പയ്യന്നൂർ മാത്രമല്ല, കണ്ണൂർ ജില്ല മാത്രമല്ല, കേരളമാകെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായി പയ്യന്നൂർ മണ്ഡലം മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു വിധിയെഴുത്ത് പയ്യന്നൂർ മണ്ഡലത്തിലുണ്ടായി. LDF ഇപ്പൊ നിർത്തിയ സ്ഥാനാർത്ഥിയായിരുന്നില്ല മത്സരിച്ചതെങ്കിൽ ഞാൻ ഒരു കാരണവശാലും മത്സരിക്കുമായിരുന്നില്ല. ആ പാർട്ടിക്കകത്ത് പയ്യന്നൂരിലുണ്ടായ ധനാപഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലായിരുന്നു എന്റെ പോരാട്ടം. ഞാനൊരു ആരോപണം ആർക്കെതിരെയെങ്കിലും ഉന്നയിക്കുകയായിരുന്നില്ല. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിന്റെ വരവ് ചെലവ് കണക്ക് മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകരിക്കുന്ന വേളയിൽ ആ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു ഈ കണക്ക് ഓഡിറ്റ് ചെയ്യണം. പിന്നീട് ആര് ഓഡിറ്റ് ചെയ്യണമെന്നതായി ചർച്ച, പല വേദികളും ചർച്ച ചെയ്തു. അവസാനം പറഞ്ഞ് ഈ മണ്ഡലം സെന്ററിലുള്ള ഒരാൾ ഓഡിറ്റ് ചെയ്താൽ മതി. അന്ന് ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ മണ്ഡലം സെന്ററിന്റെ ഭാഗമാണ്. അപ്പൊ എന്റെ പേര് ഓഡിറ്ററായി നിർദ്ദേശിക്കപ്പെട്ടു. അത് കമ്മിറ്റി അംഗീകരിച്ചു. അപ്പൊ പാർട്ടി ഔദ്യോഗിക തീരുമാനത്തിന്റെ ഭാഗമായി കണക്ക് ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. അതല്ലാതെ ഒരു ആരോപണമാക്കുകയും എതിരെ ഉയർത്തിയതല്ല. ധനാഭരണം നടത്തിയ ആളെ സംരക്ഷിക്കാനും ഇത് ചൂണ്ടിക്കാട്ടിയ ആളെ ക്രൂശിക്കാനുമുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇതിനുശേഷം മറ്റ് 2 കണക്കുകൾ പാർട്ടിയുടെ മുമ്പിൽ വന്നു. ഇതിന് നേരത്തെ ഉള്ളതാണ്. ഒന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, മറ്റൊന്ന് ധനരാജ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതിൽ ഓഡിറ്റർമാർ നിശ്ചയിച്ചു, ഞാനല്ല ഓഡിറ്റർ. പക്ഷെ ആ കണക്ക് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് അന്നത്തെ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ ഞാനാണ്. എന്റെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഒരനുഭവമുണ്ട്. അതുകൊണ്ട് ഈ 2 ഫണ്ടിലും വ്യക്തത വരുത്താതെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ സന്നദ്ധനായിരുന്നില്ല. അതുകൊണ്ട് ഈ 2 കണക്ക് ഞാൻ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് ഫണ്ടിലുണ്ടായതിനേക്കാൾ അതിശക്തമായ ധനാപഹരണമാണ് ഈ 2 ഫണ്ടിലും ഉണ്ടായത്. ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാം. ഈ 3ലും ഈ ധനാപഹരണം നടന്നപ്പോ ഇത് വെച്ചുകൊണ്ട് വീണ്ടും പാർട്ടി നേതൃത്വത്തിൽ എഴുതിക്കൊള്ളു. ഇതിനും ഈ 2 ഫണ്ടിനും ഓഡിറ്റർമാർ നിശ്ചയിച്ചിരുന്നു. അവര് കണ്ടെത്തിയതും ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പാർട്ടി നേതൃത്വം എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഈ ആരോപണ വിധേയരായ വ്യക്തികളെ ചിലർക്കെതിരെ നേരിയ നടപടി, അത് ധനാപഹരണത്തിനല്ല, കണക്ക് അവതരിപ്പിക്കാൻ വൈകി എന്ന കാരണത്തിന്റെ പേരിലാണ് നടപടി. നടപടിയെടുത്ത് കൃത്യം 1 വർഷം പൂർത്തിയാകുന്ന ദിവസം അവരെല്ലാം പഴയ രാവണത്തിലേക്ക് തിരിച്ചെടുത്തു. പക്ഷെ എന്നെ ഏരിയ സെക്രട്ടറിയാക്കാൻ സന്നദ്ധനായില്ല. കാരണം പാർട്ടിക്കകത്ത്
കൃത്രിമം നടത്തിയവരെ ചൂണ്ടിക്കാട്ടരുത് എന്നതാണ് നേതൃത്വം സ്വീകരിച്ച നിലപാട്. ഞാൻ 8 മാസക്കാലം പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നു ഈ തീരുമാനം വന്നപ്പോ. പക്ഷെ പിന്നീട് നേതാക്കന്മാരെല്ലാം ഇടപെട്ട് പാർട്ടിയിലേക്ക് പ്രവർത്തനത്തിലേക്ക് തിരിച്ചുപോയി. 5 വർഷം ഞാൻ ആ പാർട്ടിക്കകത്ത് ഈ പ്രശ്നമുയർത്തിക്കൊണ്ടുള്ള പോരാട്ടം നടന്നു. ഒരു പ്രയോജനവുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ നിർബന്ധിതനാണ്. പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്. ജീവൻ തന്നെ അപകടത്തിലാകും എന്ന് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ഭീഷണികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം ഉയർത്തിപ്പിടിക്കാൻ എന്ത് ഭീഷണി ഉണ്ടായാലും സന്നദ്ധമാകുക, അതിൽ നിന്നൊരു കാരണവശാലും പിന്തിരിയരുത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. ഇത്രേ അതുമായി ബന്ധപ്പെട്ട് പറയാനും തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല മത്സരിച്ചത് എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം കുറക്കുക എന്നത് മാത്രമേ. പക്ഷേ പോളിംഗ് കഴിയുന്നത് വരെ ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല, എന്റെ കൂടെ നിൽക്കുന്നവർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ സഹായിക്കുന്ന പലരും ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞ് വോട്ട് ചെയ്തവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോ ഒരു വിജയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആ അഭിപ്രായങ്ങൾ. ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത CPM-നകത്തെ ആളുകൾ പോലും എനിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമായി എന്നതാണ് പോളിംഗിന് ശേഷം ലഭിച്ച വിവരം. ഇതിനകത്ത് വലിയ തോതിൽ വോട്ട് കിട്ടുമെന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഈ നിലയിലുണ്ടാക്കാൻ ഒരു മുന്നണിക്കകത്ത്, ഒരു പാർട്ടിക്കകത്ത് അടിയൊഴുക്കുണ്ടാകുമ്പോ അത് എത്രത്തോളമാണ് എന്ന് മുൻകൂട്ടി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. CPM-ന് അകത്ത് അടിയൊഴുക്കുണ്ടാകുമെന്ന് എനിക്കും ധാരണയുണ്ട്, CPM-നും ധാരണയുണ്ട്. പക്ഷെ അവർക്കോ എനിക്കോ അത് അത്രത്തോളം ഒന്ന് പ്രവചിക്കാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ്. പക്ഷെ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ജനാഭിപ്രായം ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്നതാണ്.